നമ്മുടെ എല്ലാ ഫോളോവേഴ്സും നമ്മുടെ മിത്രങ്ങളല്ല. ഇതിനൊന്ന് റിയലൈസ് ചെയ്യാൻ പറ്റണം. അതായത് ഫോളോവേഴ്സായിട്ട് നിൽക്കണ കാണുമ്പോൾ നമുക്ക് 5 മില്യൺ അല്ലെങ്കിൽ 8 മില്യൺ 10 മില്യൺ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും നമ്മുടെ അനുകൂലമായിട്ട് നിൽക്കുന്ന വെൽവിഷേഴ്സ് ആണ്. അല്ല, അതിൽ 3 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന്, ശരിക്കും റിയലി നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും, കാരണം നമ്മുടെ മെസ്സേജിനെ കിട്ടാനായിട്ടും അവർക്ക് ഗുണകരമായി തോന്നുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കൂടെ വെൽവിഷേഴ്സ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അതൊരു ഫോളോവേഴ്സ്, ജെന്യൂൻ ഫോളോവേഴ്സ് ആണ്. രണ്ടാമത്തെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താ നടക്കണേ എന്ന് അറിയാൻ വേണ്ടി വെറുതെ ഫോളോ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. അവർ കാണുന്നുണ്ടായിരിക്കും, ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും, അവർ റെസ്പോണ്ടും ചെയ്യില്ല. കാരണം അവർ വെറുതെ എന്താ നടക്കണേ, അവരെന്താ പറയണേ, ഇവരെന്താ പറയണേന്ന് അറിയില്ല മാത്രമേ ഉള്ളൂ. അത്തരം ഒരു കൂട്ടം ആളുകളും നമ്മുടെ സൊസൈറ്റിക്കകത്തുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ആളുകൾ നമ്മളോട് വൈരാഗ്യമുള്ള ആളുകൾ. ഇവനെ ഞാൻ കൊല്ലണം, ഇവൻ നേരെ അവരുത്, എനിക്കോ പറ്റണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ വേറെ ഒരുത്തിനും നേരെയാവരുത്. ഇന്ത്യൻ ക്രാബ് കേട്ടിട്ടില്ലേ, ആ ഓപ്പൺ ആയിട്ടുള്ള കണ്ടറിന് ചാടി പോകാൻ നോക്കുമ്പോൾ മറ്റൊരു വലിച്ചിടുന്ന ഇന്ത്യൻ ക്രാബ്. ഇതുപോലെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കണ്ടായിരിക്കും. അവർ നമ്മുടെ കയ്യിലൊരു കാരണം കിട്ടാൻ നിൽക്കുകയായിരിക്കും. നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് കൂടി അല്പം തിമിര് കൂടുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് തെറ്റിയാൽ അവർ നമ്മളെ പഞ്ഞിക്കിടേ. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരൊറ്റ വേർഡാണ്, എല്ലാ ഫോളോവേഴ്സും നമ്മുടെ മിത്രങ്ങൾ അല്ല.